മലബന്ധമാണ് പ്രശ്നം. ചില ആളുകൾക്ക് ഇത് എത്ര ട്രീറ്റ് ചെയ്താലും മാറിക്കിട്ടില്ല എന്നുള്ളതാണ്. ചില ആളുകൾ ഇത് നിസ്സാരാക്കി കളയുന്ന കണ്ടീഷൻ ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് മലബന്ധം നമുക്ക് ഉണ്ടാകുന്നത്? അതിന് ഒരുപാട് കാരണമുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ മലബന്ധം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ അസുഖങ്ങൾ ഇത് പിന്നീട് ഉണ്ടാക്കുന്നുള്ളൂ. ചില ആളുകൾ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫുഡ് അലർജീസുകൾ ഉണ്ടാകാറുണ്ട്. പിന്നെ അതുപോലെ മറ്റ് പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ, വാതത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതും ഈ പറഞ്ഞ ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതൊക്കെ മലബന്ധം അസോസിയേറ്റഡ് ആയിട്ടും കൂടെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞിട്ടുള്ള എന്തുകൊണ്ടൊക്കെയാണ് ഈ മലബന്ധം ഉണ്ടാകുന്നത്, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ, മലം നമ്മുടെ കുടലിൽ കെട്ടിക്കിടന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അപ്പോൾ അത് ഹീൽ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. നമുക്കറിയാം ഇന്ന് ഈ ഒരു മലബന്ധം, ശ്വാസനക്കുറവ് ഒരുപാട് ആളുകളുടെ ഒരു മെയിൻ കൺസേൺ അല്ലെങ്കിൽ മെയിൻ പ്രശ്നം. ഇതൊന്ന് മാറിക്കിട്ടുക എന്നുള്ളതാണ് പലരുടെയും മെയിൻ കൺസേൺ ആയിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് സ്ലോ ഡൈജഷൻ സംഭവിക്കുക. അതായത് ദഹനക്കുറവ് നമ്മുടെ ബോഡിയിൽ വരിക. ഇപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും ശോധന നടത്തിയാൽ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പലതും നമ്മുടെ മലത്തിൽ കാണുന്ന അവസ്ഥ. അതെന്താ, അതിൻ്റെ അർത്ഥം എന്താണ്? ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് തന്നെയാണ്. നമ്മുടെ മലം ഇംപ്രോപ്പർ ഡൈജഷൻ ആവുകയും കോൺസ്റ്റിപ്പേഷൻ വരുന്ന അവസ്ഥ വരുന്നുള്ളതാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി കുറവുള്ള ആളുകളിൽ ഈ പറഞ്ഞ പ്രശ്നം നല്ലോണം കാണും. അതായത് നമ്മുടെ ഭക്ഷണം ദഹിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നിശ്ചിത എമൗണ്ട് എന്ത് വേണം, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യണം, സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് ചില ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ കാരണമായിട്ട് ഈ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് ദഹിക്കില്ല. അപ്പോൾ ഈ ദഹിക്കാത്ത ഭക്ഷണം എന്ത് ചെയ്യും, പിന്നീട് കുടലിലേക്ക് പോകും. അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾ അതിന് ഫെർമെൻറ്റേഷൻ നടത്തും. ഫെർമെൻറ്റേഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് ദഹിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഉള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ബാഡ് സ്മെല്ലുള്ള ഫാർട്ട് വരും, കീഴ്വാഴി കൂടുതലായിട്ട് വരിക, അത് നല്ല രീതിയിൽ പ്രശ്നം. അതുപോലെ ബ്ലോട്ടിങ്, വയറ് വീർത്തതുപോലെ തോന്നുക, വിശപ്പില്ലാത്ത പ്രയാസങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ വരും. അപ്പോൾ ഇൻഡൈജഷൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ സ്ലോ ഡൈജഷൻ നടക്കുന്ന ആളുകളിൽ ഈ കോൺസ്റ്റിപ്പേഷൻ നല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വേറെ പ്രത്യേകത ഉണ്ട്. ചില ആളുകൾക്ക് മലം പോകുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസിയിൽ നല്ല കുറവുണ്ടായിരിക്കുന്നുള്ളൂ. അതായത് മലത്തിന് കോൺസിസ്റ്റൻസി, അതിൻ്റെ രൂപത്തിലൊക്കെ എന്തെങ്കിലും നല്ല ഹാർഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്ത് ചെയ്യും, സ്ലോ ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേറ്റഡ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, എപ്പോഴും മലം ശരിയായ രീതിയിൽ പോകാത്ത ഒരു കണ്ടീഷനായിരിക്കും ഇങ്ങനെ ആളുകളിൽ ഒന്ന് കണ്ടുവരാമെന്നുള്ളത്. അതുമാത്രമല്ല, ഈ നമ്മൾ ടോയ്ലറ്റിൽ പോകാതെ ഇനിയിപ്പോൾ ഫീലിങ്സ് ഒന്നും വരാതിരിക്കുമ്പോൾ കൂടുതൽ സമയം നമ്മുടെ കുടലിൽ കെട്ടിക്കിടന്നാൽ എന്ത് ചെയ്യും, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതായത് മലത്തിലുള്ള വാട്ടർ എമൗണ്ട് ബോഡി അബ്സോർബ് ചെയ്യും. അപ്പോൾ മലം ഹാർഡായിട്ട് പോകുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് സ്ലോ ഡൈജഷൻ, ദഹനശേഷി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ എന്ത് ചെയ്യും, ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ വരും എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കുടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഗ്രോത്തുകളൊക്കെ വരുന്ന സമയത്ത്, എന്തെങ്കിലും ട്യൂമറുകൾ, പോളിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും സ്വെല്ലിങ്, വീക്ക് വരുന്ന അവസ്ഥകൾ, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കോൺസ്റ്റിപ്പേഷന് വരാൻ ശരിയായ മലം പോകില്ല എന്നുള്ള ഒരു തടസ്സം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ചില ആളുകളുണ്ട്, കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലും മുടി തിന്നുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്പൂൺ, എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ, എന്തെങ്കിലും പാർട്ടികളൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ എന്നുണ്ടെങ്കിൽ അത് കാരണമായിട്ട് മലം പോകുന്നതിന് തടസ്സം വരും. അത് ഇൻറ്റസ്റ്റൈനിൽ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റേ സ്കാനിങ് ഒക്കെ എടുക്കുമ്പോഴേ അത് കറക്റ്റ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് മാത്രമല്ല, ചിലപ്പോൾ ചില സ്ട്രിക്ചറുകൾ ഫോം ചെയ്യും. അതായത് നമ്മുടെ കുടലിലൊക്കെ ഇൻഫ്ലമേഷനൊക്കെ വരുന്ന അവസ്ഥകളുണ്ട്. എന്തെങ്കിലും മുറിവുകളൊക്കെ, അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെയുള്ള മുറിവുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഹീലിംഗ് നടക്കും. അതായത് മുറിവ് ഉണങ്ങും. മുറിവ് ഉണങ്ങിയാൽ നമുക്കറിയാം, നമ്മുടെ ഒരു മുറിവ് സംഭവിച്ച് ഉണങ്ങിയിട്ട് അവിടെ ഒരു മുറിവിൻ്റെ പാടും, അതോടെ ഒരു കുറച്ചൊരു ഹാർഡായിട്ട് നിൽക്കുന്ന ഒരു മുറിവിൻ്റെ കലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രി, ഞാൻ മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്ത് ഈ പറഞ്ഞതുപോലെ സ്ട്രിക്ചറുകൾ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതായത് മുമ്പത്തേക്കാൾ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ എന്തിനു വരും, നമ്മുടെ കുടലുകൾക്ക് വരും. അപ്പോൾ ഈസി ആയിട്ട് മുമ്പത്തെ അത്ര സ്പീഡിൽ പോകില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാത്തോളജിക്കലി ആയിട്ടുള്ള കുടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു തടസ്സം നേരിട്ടാൽ ശരിയായ രീതിയിൽ ശോധന കിട്ടില്ല, കോൺസ്റ്റിപ്പേഷൻ വരും എന്നുള്ളതാണ്.
ഇനി മറ്റൊന്നാണ് ന്യൂറോളജിക്കലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസുകൾ വരിക, അതുപോലെ മസ്കുലർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസുകൾ വരിക എന്നുള്ളത്. അപ്പോൾ ന്യൂറോളജിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സാധനമാണ് ഡയബറ്റിക് ഷുഗർ എന്ന് പറയുന്നത്. ഇപ്പോൾ മിക്ക ആളുകൾക്കും അത് ഫേസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലോട്ടിങ്, വയറ് വീർക്കലും, കോൺസ്റ്റിപ്പേഷൻ, ശരിയായ രീതിയിൽ ശോധന കിട്ടുന്നില്ല എന്നുള്ളത് ഷുഗറുള്ള ആളുകൾ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റ് ആണെന്നുള്ളതാണ്. ഈ നമുക്കറിയാം ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാഡികളും മസിലുകളും വീക്കാവും അല്ലേ, ചെരുപ്പിടാൻ പറ്റുന്നില്ല, മുറിവായാലും അറിയുന്നില്ല, നിലത്ത് കാല് കുത്തിയാൽ അതുപോലും ഫീൽ ചെയ്യുന്നില്ല, ഒരു മരവിച്ചതുപോലൊക്കെ ഒരു അനുഭവം പല ആളുകൾക്കും കാലുകളിൽ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് ഷുഗറുള്ള ആളുകൾക്ക്. എന്താ അങ്ങനെ കണ്ടുവരാൻ കാരണം? വേറെ ഒന്നുമില്ല, സർക്കുലേഷൻ ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ നോർമലി ഉള്ള നെർവ് കണ്ടക്ഷൻ എന്തെയും ഡാമേജ്ഡ് ആണ്, നെർവ് കണ്ടക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുന്ന സമയത്ത് നമുക്ക് ടച്ചിങ്സ്, ഫീലിങ്സ്, സെൻസേഷൻ ഒന്നും എന്ത് ചെയ്യില്ല, നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബോഡിയെ ബാധിക്കുമല്ലോ. നമുക്കറിയാം ചില ആളുകൾ കണ്ണിന് പ്രശ്നം വരാറുണ്ട്, ചെവിക്ക് പ്രശ്നം വരാറുണ്ട്, ഓർമ്മശക്തിക്ക് പ്രശ്നം വരാറുണ്ട്, കയ്യിനും കാലിന് പ്രശ്നം വരാറുണ്ട്. എന്നതുപോലെ തന്നെ നമ്മുടെ കുടലിലുള്ള ഞരമ്പുകളെയും നാഡികളെയും എന്ത് ബാധിക്കും? ഷുഗർ ബാധിക്കും. അപ്പോൾ നമുക്ക് ഈ നാഡികളും മസിലുകളും വർക്ക് ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ കുടൽ ശരിയായ രീതിയിൽ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നാഡികൾ മരവിച്ച് പോയാൽ, മസിൽ വീക്കായി പോയാൽ ഷുഗർ കാരണമായിട്ട് എന്താ സംഭവിക്കുക? ഈ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് എന്തെങ്കിലും ഡാമേജ് ആവും, അത് ശരിക്കും പ്രോപ്പറായിട്ട് പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇമ്പയർ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ്, പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് ഡാമേജഡ് ആയിട്ടുണ്ടെങ്കിൽ അവരിലും കോൺസ്റ്റിപ്പേഷൻ വരും എന്നുള്ളത്. അപ്പോൾ അത് മെല്ലെ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് ആവുന്ന സമയത്ത് മലം കുറേ നേരം അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ വരും, മൂവ്മെൻറ്റ് കുറയുന്ന ഒരവസ്ഥ വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ കൂടുതൽ കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ മസ്കുലർ ആക്ട് മസിൽസുകളൊക്കെ വീക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പെൽവിക് ഫ്ലോറുള്ള മസിലുകൾ വീക്കായി പോയി കഴിഞ്ഞാലും ആളുകളിൽ ചില ആളുകൾക്ക് എന്ത് കാണാറുണ്ട്? ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിനി ഒരു സംശയം ഉണ്ടാകും, മലപ്പട നിന്നിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മുടെ വയറല്ല വേറെ ഫുഡും കഴിക്കുന്നത് കുറച്ച് നേരം നിന്നിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് അനിയന്ത്രിതമായിട്ട് ഒരുപാട് സമയങ്ങൾ, ഇപ്പോൾ ഒരു 3 days മോർ ദാനൊക്കെ നമ്മളിത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം, നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കുടലിൽ ആ മലം അവിടെ കൂടുതൽ നേരം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ നല്ലോണം വരും. ഞാൻ എപ്പോഴും പല വീഡിയോസിലും പറയുന്നത് നമ്മുടെ ദഹനത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏറ്റവും മൈന്യൂട്ടായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്, ബാക്ടീരിയകളുണ്ട്, നല്ല ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയകളുടെ പ്രചരണം, അതിൻ്റെ ഗ്രോത്തും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻ്റാണ്. എങ്കിലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽത്തും ഇമ്മ്യൂണിറ്റിയൊക്കെ കീപ്പ് ചെയ്യാത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള സംഗതിയാണ്. പക്ഷേ മലം അവിടെ കടലിൽ കിട്ടുകിടന്ന എന്താ അവസ്ഥ? ഈ പറഞ്ഞ നല്ല ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടു പോകും, അത് ചത്തുപോകുന്ന അവസ്ഥ വരും. ചീത്ത ബാക്ടീരിയകൾ കൂടുതൽ വളരാനും എന്ത് ചെയ്യും? അത് കാരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കുടലുകളിൽ എന്ത് ചെയ്യും? നീർക്കെട്ടുകൾ വരും, ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ വരും. ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിൽ പ്രശ്നങ്ങൾ വരും. IBS പോലെയുള്ള, IBD പോലെയുള്ള ഹെഡേക്ക്, അതായത് മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ മിക്ക ആളുകൾക്കും വരാനുള്ളത് ഗട്ട് റിലേറ്റഡ് ആയിട്ട് വരാം. അപ്പോൾ അതേപോലെ തന്നെയാണ് ആങ്സൈറ്റി, ഡിപ്രഷൻ ആളുകളുടെ ഒരു റീസൺ ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് അനിയന്ത്രിതമായിട്ട് കരയുക, വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, ഉറക്കം കിട്ടുന്നില്ല. അവർ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവർക്ക് മലബന്ധം പൊതുവെ കണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വരുന്ന ഇൻഫ്ലമേഷനാണ്. ആ ഇൻഫ്ലമേഷൻ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്താൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഫുഡ് അലർജി ഉണ്ട്. ചില ആളുകൾ ചില ഫുഡ് കഴിച്ചാൽ എന്ത് ചെയ്യും? ബോഡി അമിതമായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ഈ ഒരു പറഞ്ഞതുപോലെ ശരീരം ചീർത്ത് വരികയും ചൊറിച്ചിൽ വരികയും ചൊറിഞ്ഞു പൊന്തുന്ന അവസ്ഥകളൊക്കെ വരും എന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതും ഈ പറഞ്ഞതുപോലെ മലം കെട്ടിക്കിടന്നാൽ സംഭവിച്ചു പോകും, മലം കെട്ടിക്കിടക്കാത്ത സംഭവിക്കുന്ന അവസ്ഥകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതേപോലത്തെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വാദത്തിൻ്റെ പ്രശ്നമുള്ള ആളുകളുണ്ടായിരിക്കും അല്ലേ, ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ കൈയും കാലും വേദന കൂടുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ലീക്കി ഗട്ട് എന്നൊക്കെ പറയും, ലീക്കി ഗട്ട് സിൻഡ്രോം എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഒരു ഉണ്ടാകാനൊരു റീസൺ, ഒരു ബേസിക് കാരണമായിട്ട് ആര് മാറുന്നുണ്ട്?
മലബന്ധം മാറുന്നുണ്ടെന്ന്. ഇപ്പോൾ കോൺസ്റ്റൻ്റായിട്ട് ഒരുപാട് സമയം നമ്മുടെ കുടലിൽ മല നിൽക്കുന്ന അവസ്ഥ വന്നാൽ ഇൻഫ്ലമേഷൻ വരും. ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയകളുടെ ആ ഒരു പ്രോപ്പർ പ്രജനനം അല്ലെങ്കിൽ അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് നഷ്ടപ്പെടും. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പാത്തോളജിക്കൽ ഇഷ്യൂസുകൾ നല്ല തോതിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതായത് പ്രോസസ്സഡ് ഫുഡുകൾ ഒഴിവാക്കണം, നല്ല വെള്ളം കുടിക്കണം, നല്ല പച്ചക്കറി ഫ്രൂട്ട്സുകൾ കഴിക്കണം, ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കണം. പുറത്തുനിന്നുള്ള പ്രോസസ്സഡ് ഫുഡുകളും ബേക്കറി ഐറ്റംസുകളും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അമിതമായിട്ട് മധുരം കഴിക്കുന്ന ശീലം ഉണ്ടാകരുത്. ഈ ഇങ്ങനെയുള്ള കണ്ടീഷനുകളൊക്കെ ഇതാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഈ ചില അവസ്ഥകളിലുണ്ടാകും. അതായത് തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെറ്റബോളിസം പ്രോപ്പറായിട്ട് ഡൗൺ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പൊതുവേ എന്ത് കമ്പാരിറ്റീവ്ലി ഈ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരേ കാരണമല്ല. ആക്ച്വലി പല കാരണങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇപ്പോൾ ചില ആളുകൾക്ക് വൈറ്റമിൻ സി കുറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്താൽ വളരെ ഇമ്പോർട്ടൻ്റ്. കൊളാജൻ പ്രൊഡക്ഷനും അതിൻ്റെ ഒരു നോർമൽ സ്ട്രക്ചർ നിലനിർത്താൻ ഇത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഒരാളെ ഒരു കുടലിൽ ഇൻഫ്ലമേഷൻ വന്ന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹീലാവണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി വേണം. അപ്പോൾ വൈറ്റമിൻ സിൻ്റെ ഒരാൾ കുറവാണെങ്കിലോ അത് ഹീലിംഗ് നടക്കില്ല, അപ്പോൾ പ്രശ്നം വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വൈറ്റമിൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആകെത്തുക നമുക്കിത് ഹീലബിളാണ്, ഇത് പെട്ടെന്ന് മാറിക്കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു സ്പെസിഫിക് റൂട്ട് കോസിലേക്ക് പോയിട്ട് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വരാറുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 1-2 മാസമായിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ട്രീറ്റ് ചെയ്ത ഒരു കേസാണ് കോൺസ്റ്റിപ്പേഷൻ, വയർ ബ്ലോട്ടിങ്, ബുദ്ധിമുട്ടുന്നത്. എല്ലാ ടെസ്റ്റുകളും നോർമൽ. ആൾ ഭയങ്കര തിന്നായിട്ടുള്ള ആളുകളാണ്. അവർ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അവർക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്, തുമ്മലും ഭയങ്കര തുമ്മലാണ്, അലർജിയുടെ പ്രശ്നമുണ്ട്, വൈറ്റമിൻ ഡിയുടെ കുറവാണ്, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് സിമ്പിളായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഓഫ് മെഡിസിൻ ഞാൻ കൊടുത്തു, സിമ്പിൾ ഒരു സാധനം. അപ്പോൾ അത് അതിൻ്റെ ഒരു മെയിൻ കുർക്കുമീൻ, മഞ്ഞൾ പോലെ ഇത് ഇറങ്ങിയിട്ടുണ്ട്, സെനാമയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്കത് ഗ്രാജ്വലി കുറച്ച് ഫുഡിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസൊക്കെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ചില ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ക്ലോസ് ആക്കി അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ഒരു മെഡിസിൻ കഴിക്കലോട് കൂടിയിട്ട് അവർ കറക്റ്റ് ഒരു വെൽനെസ് പാക്കഡ് ആയിട്ട് മുന്നോട്ട് പോകലോട് കൂടിയിട്ട് എന്ത് ചെയ്ത് ഗ്രാജ്വലി അവർ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് പാടെ മാറി. പിന്നെ ഞാൻ മെഡിസിൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലാക്കി, പിന്നീട് ആവശ്യമുള്ളപ്പോഴാക്കി, ഇപ്പോൾ ഏകദേശമൊക്കെ അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഏകദേശം 2-3 മാസം അടുപ്പിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കലോട് കൂടിയിട്ട് എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ആ ഇൻഫ്ലമേഷൻ ഹീലാക്കി എന്നുള്ളതാണ്. അപ്പോൾ അലർജിയുടെ തുമ്മൽ അതിൻ്റെ സിവിയാരിറ്റി അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ അലർജിയും തുമ്മലും കഫക്കെട്ടും വാതത്തിൻ്റെ പ്രശ്നങ്ങളും സോറിയാസിസ് പോലെയുള്ള സ്കിൻ ഡിസീസുകളും അങ്ങനത്തെ പല പ്രശ്നങ്ങളും എന്ത് ചെയ്യും ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ആ ഒരു പേഷ്യൻ്റ് എന്നുള്ളത് എൻ്റെ അടുത്ത് വന്നത്. കാരണം ഈ അടുത്തും അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അവരെ കേസ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കിത് ട്രീറ്റബിളാണ്. നമുക്കതിന് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് അനുയോജ്യബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പഴയ ഒരു സ്റ്റേജിലേക്ക് പോകാൻ പറ്റും, വലിയ സംശയമൊന്നുമില്ല. അപ്പോൾ സിമ്പിളാണ് കാര്യങ്ങൾ. നല്ല വെള്ളം കുടിക്കുക, നമ്മുടെ ബോഡി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട്, കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.